ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വിഷയം ഓഗസ്റ്റ് മാസത്തിൽ നമുക്ക് എന്തെല്ലാം കൃഷി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ അടുക്കളയിൽ എന്നും അത്യാവശ്യമായിട്ടുള്ള പച്ചമുളക്, അത് നമുക്ക് ഏത് കാലാവസ്ഥയിലും കൃഷി ചെയ്യാൻ പറ്റും. ഇപ്പോഴും നമുക്കത് കൃഷി ചെയ്യാൻ പറ്റും. അപ്പം 400-ലധികം വെറൈറ്റി വിത്തുകൾ നമ്മുടെ സെൻട്രൽ ഓൺലൈൻ സ്റ്റോറിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിത്തുകൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കാറ്റലോഗ് നോക്കി ഓർഡർ ചെയ്യാവുന്നതാണ്. പച്ചമുളക് മാത്രമല്ല, എല്ലാത്തരം മുളകുകളും, ഉണ്ടമുളക്, കാന്താരി, അങ്ങനെയുള്ള എല്ലാത്തരം മുളകുകളും നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഇപ്പോൾ പല ആളുകൾക്കും മുളകിൻ്റെ കളക്ഷൻ ഒരു ഹോബിയാണ്. ഇത് 20, 25, 30 വെറൈറ്റികൾ കൃഷി ചെയ്യുകയും അത് കാണുകയും അതുപോലെ തന്നെ അതിൻ്റെ വീട്ടിലത് എടുക്കുകയും മറ്റുള്ളവർക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുന്നതിനായിട്ട് എല്ലാവർക്കും ഭയങ്കര താല്പര്യമാണ്. അപ്പം അതും നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്യാനായിട്ട് പറ്റും. മഴക്കാലത്ത് ഏറ്റവും നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് വെണ്ട. എന്നാൽ നല്ല രീതിയിൽ വെള്ളം കൊടുക്കുകയാണെങ്കിൽ വേനൽക്കാലത്തും നല്ല രീതിയിൽ തന്നെ കായ്ഫലം തരുന്നതാണ് വെണ്ട. പലതരത്തിലുള്ള വെണ്ടയുണ്ട്. മരവെണ്ട, ചുമന്ന വെണ്ട, ഹൈബ്രിഡ് വെണ്ട, അതുപോലെ മംഗലാപുരം ഊരുവെണ്ടയിൽ തന്നെ ചുമന്ന കളറ്, ആനക്കൊമ്പം വെണ്ട, അങ്ങനെ പലതരത്തിലുള്ള പല ടേസ്റ്റിലുള്ള വെണ്ടകളുണ്ട്. ഇതെല്ലാം നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ നമുക്ക് അടുക്കളയിലേക്ക് നമുക്ക് മിക്കപ്പോഴും അത്യാവശ്യമായിട്ടുള്ളതാണ് വഴുതനയും പലതരത്തിലുണ്ട്. അതുപോലെ തന്നെ നിത്യവഴുതന, ഇതെല്ലാം നമുക്ക് ഏത് കാലാവസ്ഥയിലും കൃഷി ചെയ്യാം. എന്നാൽ ഈ സമയത്തും നമുക്കത് നല്ല രീതിയിൽ തന്നെ കൃഷി ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. പയറും നമുക്ക് ഈ സമയത്ത് നല്ല രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. പയറിനങ്ങളിൽ തന്നെ പല വെറൈറ്റികളുണ്ട്. പിന്നെ ലോല പയർ, ഹൈബ്രിഡിൻ്റെ തന്നെ പലതരത്തിലുള്ള പയറുകളുണ്ട്. 18 മണി പയർ, 22 മണി പയർ, ഗോമതി പയർ, വള്ളിപ്പയർ, കാവേരി പയർ, അങ്ങനെ നീണ്ട നിര തന്നെയുണ്ട്. പയറിൽ പലതിനും പല ടേസ്റ്റാണ്. വെള്ളപ്പയർ, കുറ്റിപ്പയറിൽ തന്നെ വെള്ള കുറ്റിപ്പയർ, ചുമന്ന കുറ്റിപ്പയർ, പച്ച കുറ്റിപ്പയർ, അങ്ങനെ പല വെറൈറ്റികളുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്യാവുന്നതാണ്. പിന്നെ പടർന്നു കയറുന്നതായിട്ടുള്ള പാവൽ, ചുരയ്ക്ക, പീച്ചിൽ, കുമ്പളങ്ങ, മത്തൻ, പടവലം, ഇതെല്ലാം നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്യാനായിട്ട് പറ്റുമേ. കുക്കുംബറും നമുക്ക് ഈ സമയത്ത് നന്നായിട്ട് കൃഷി ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തക്കാളി ഒത്തിരി മഴയാകുമ്പോഴാണ് അതിൻ്റെ പൂവൊക്കെ കൊഴിഞ്ഞൊക്കെ പോകുന്നതെന്ന്. ഇപ്പോൾ വലിയ മഴയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് തക്കാളിയും ഈ സമയത്ത് കൃഷി ചെയ്യാനായിട്ട് പറ്റും. പിന്നെ കാലാവസ്ഥ പണ്ടത്തെ പോലെയല്ല, പല രീതിയിൽ മാറി മാറി വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ കയ്യിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അതൊക്കെ, അതായത് കെയിലാണെങ്കിലും ചീരവർഗ്ഗത്തിലുള്ള പച്ചച്ചീരയൊക്കെ ആണെങ്കിലും നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ചുമ്മാ കൊണ്ട് വിത്ത് പാകിയോ അല്ലെ തൈ നട്ടിട്ടോ, പല ആളുകളുടെ ഒരു പ്രശ്നമാണ് ചെടി മുരടിച്ചു പോകുന്നു, അല്ലെങ്കിൽ അത് നല്ലതായിട്ട് കായ്ഫലം തരുന്നില്ല എന്നുള്ളൊരു പ്രശ്നം. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ കൃഷി ചെയ്യുമ്പോൾ അതിനൊരു ബേസായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്ത് പുളിപ്പ് കളഞ്ഞിട്ടുള്ള മണ്ണിലായിരിക്കണം നമ്മൾ കൃഷി ചെയ്യേണ്ടത്. അങ്ങനെ ഒരു മണ്ണിൽ തന്നെ അടിവളമായിട്ട് ചാണകപ്പൊടിയോ എല്ലുപൊടിയോ വേപ്പിൻ പിണ്ണാക്കോ ഒക്കെ കൊടുത്ത് നമ്മൾ അങ്ങോട്ട് തൈ നടുമ്പം ആദ്യത്തെ ഒരു ഉഷാറിൽ തന്നെ ചെടി അങ്ങോട്ട് കയറി വരണം. അങ്ങനെ വരുന്ന ചെടികൾ നല്ല കരുത്തോടെ വരികയും നല്ല രീതിയിൽ വിളവ് തരികയും ചെയ്യും.